ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് കൈനീട്ടുകയാണ്. നബിയെ സഹായിക്കണം നബിയെ, നബിയെ സഹായിക്കണം നബിയെ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കുകയാണ്. ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കുകയാണ്. ആയിഷ തലതാഴ്ത്തി നിൽക്കുകയാണ്. കാരണം നബി തങ്ങളുടെ വീടിന്റെ അകത്തൊന്നുമില്ല, അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അകത്തൊന്നുമില്ല. ആ മനുഷ്യൻ നബി തങ്ങളുടെ വീടിന്റെ മുമ്പിൽ ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അബൂബക്കറിന്റെ വീട്ടിലേക്ക് പോകുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ആ മനുഷ്യൻ അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അബൂബക്കർ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടതാണ്, എന്തെങ്കിലും ഒന്ന് തന്ന് സഹായിക്കണം അബൂബക്കർ. അബൂബക്കർ തങ്ങൾക്കറിയാം ഒന്നുമില്ലെന്ന്. വീടിന്റെ അകത്ത് മുഴുവനും തിരയുകയാണ്, വീടിന്റെ അകത്ത് മുഴുവനും തിരയുകയാണ്. ഒന്നുമില്ലടോ, കൊടുക്കാനൊന്നുമില്ലടോ. വീട് മുഴുവനും തിരഞ്ഞു നോക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വെളിയിൽ വന്നിട്ട് ആ മനുഷ്യനോട് ഒന്നുമില്ല എന്ന് പറയാ പോകുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അബൂബക്കറേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? അബൂബക്കറിന്റെ വീട്ടിൽ പോയാ വെറും കയ്യോടെ മടക്കൂല. അബൂബക്കറിന്റെ വീട്ടിൽ പോയാ വെറും കയ്യോടെ മടക്കൂല. പടച്ചവനെ, അബൂബക്കർ തങ്ങൾ കരയുകയാണ്. കൊടുക്കാനൊന്നുമില്ല, ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ വേറെ ഒന്നും വീടിന്റെ അകത്തില്ല. വീടിന്റെ മുമ്പിൽ വന്ന മനുഷ്യന് വെറും കയ്യോടെ പറഞ്ഞു വിടാ മനസ്സില്ല. വാതിലടയ്ക്കുന്ന പെങ്ങള് ഗേറ്റ് പൂട്ടിയിടുകയാണ്. പിരിവുകാർക്ക് പ്രവേശനമില്ലെന്ന് എഴുതി വെക്കുകയാണ്. വാതിൽ തുറക്കാൻ മടിക്കുന്ന സമ്പന്നന്മാരെ, വീടിന്റെ മുറ്റത്ത് വന്ന് കരയുന്ന ഉമ്മമാരെ ഉപ്പമാരെ, പരിഹരിക്കാത്ത സഹോദരാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾ പറഞ്ഞതാണ്, അബൂബക്കറിന്റെ വീട്ടിൽ പോയാ വെറും കയ്യോടെ മടക്കില്ല. അബൂബക്കറിന്റെ സ്വഭാവം അതാണ്. റബ്ബേ, അബൂബക്കർ തങ്ങൾ അവസാനം വീട് മുഴുവനും തെരഞ്ഞു നോക്കി. അവസാനം എന്ത് ചെയ്തെന്നറിയുമോ? വാതിലിന്റെ ഇടയിലൂടെ ഒരു വസ്ത്രം ഇങ്ങനെ എടുത്തു കൊടുക്കുകയാ. വാതിലിന്റെ ഇടയിലൂടെ ഒരു വസ്ത്രം ഇങ്ങനെ എടുത്തു കൊടുത്തു. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. ആ മനുഷ്യനുള്ളതാകട്ടെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. പടച്ചവനെ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു. നമസ്കാരത്തിന്റെ സമയമായി. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ അബൂബക്കർ തങ്ങളെ കാണുന്നില്ല. നിസ്കരിക്കാൻ വരുന്ന അബൂബക്കറിനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. അബൂബക്കറിന് എന്തു പറ്റി സ്വഹാബ? വല്ല രോഗവുമാണോ സഹാബ? അവിടെ നിന്ന് അബൂ തൽഹയോട് പറയുന്നു, ചെന്ന് നോക്കാൻ. അങ്ങനെ അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് സ്വഹാബി ഓടിച്ചെല്ലുകയാണ്. റബ്ബേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടി വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അബൂബക്കറിന് രോഗമൊന്നുമില്ല നബിയേ, അബൂബക്കറിന് രോഗമൊന്നുമില്ല നബിയേ. അബൂബക്കർ കരയുകയാ നബിയേ, അബൂബക്കർ വീടിനകത്തിരുന്ന് കരയുകയാ നബിയേ. എന്തേ എന്തേ സഹാബ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞു വിട്ട പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാനൊന്നുമില്ലാത്തത് കാരണം, വീടിന്റെ അകത്ത് ഒന്നുമില്ലാത്തത് കാരണം ഇട്ടിരുന്ന വസ്ത്രമൂരി കൊടുത്തു നബിയേ. തന്റെ വീട്ടിൽ വന്ന പാവപ്പെട്ട മനുഷ്യന് വെറും കയ്യോടെ മടക്കാൻ കഴിയാത്തത് കാരണം ഇട്ടിരുന്ന വസ്ത്രമാണ് അബൂബക്കർ തങ്ങൾ ഊരിക്കൊടുത്തത്. നബിയേ, തുണിയില്ല നബിയേ, വസ്ത്രമില്ല നബിയേ, വീടിന്റെ അകത്തിരുന്ന് കരയുകയാ നബിയേ. അല്ലാഹുവേ, അവസാനമായി സബീബ് റളിയല്ലാഹു തആല വീട് മുഴുവനും തിരയുകയാ.
വരികയാണ് തന്റെ പ്രിയപ്പെട്ട പിതാവിനൊരു ജോഡി വസ്ത്രം കൊടുക്കാൻ. അവസാനം വീട് മുഴുവനും തിരയുമ്പോ ഒരു പടയങ്കി കിട്ടിയടോ. ഒരു ചെറിയ പടയങ്കി പോലെ ഒരു വസ്ത്രം കിട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കൊടുക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് സ്വഹാബി കൊണ്ടുപോയി കൊടുക്കുമ്പോ അല്ലാഹുവേ ആ കീറിപ്പറഞ്ഞ പടയങ്കി വിട്ടുകൊണ്ട് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുമ്പിലേക്ക് കരഞ്ഞുകൊണ്ടോടി വരുമ്പോ ജിബ്രീൽ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ജിബ്രീൽ കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, മലക്കുകൾ കരയുന്നു നബിയേ, മലക്കുകൾ കരയുന്നു നബിയേ. അബൂബക്കറിന്റെ അവസ്ഥ കണ്ടിട്ട്, അബൂബക്കറിന്റെ ഈ രംഗം കണ്ടിട്ട് അള്ളാന്റെ മലക്കുകൾ കരയുന്നു നബിയേ. അള്ളാന്റെ റസൂലിനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സഹോദരാ, തന്റെ വീടിന്റെ മുറ്റത്ത് വന്നവന് കൊടുക്കാനൊന്നുമില്ലാതെ ഇട്ടിരുന്ന വസ്ത്രം പോലും ഊരിക്കൊടുത്ത സ്വഹാബിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബി കിടക്കുന്ന സ്വർഗപാപങ്ങളെ നീയൊക്കെ ചോദിക്കുന്നത്, ഏ സഹോദരാ, ഏ സമ്പന്നന്മാര്, കേറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു കൊട്ടാരമുള്ളവര്, നീ അല്ലാഹുവോട് ചോദിക്കുന്നത് അതേ സ്വർഗമാ. ആ അബൂബക്കർ തങ്ങൾ കിടക്കുന്ന സ്വർഗമാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്. എന്തർഹതയാ സഹോദരാ, എന്ത് യോഗ്യതയാ സഹോദരാ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അഭിമാനമുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഇസ്സത്തുണ്ടല്ലോ, ആ ഇസ്സത്തിന് അല്ലാഹുവിന്റെ മുമ്പിൽ വല്ലാത്ത സ്ഥാനമാണെന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നാട്ടുകാരറിയരുത് നമ്മൾ ദുആ ചെയ്യും, അല്ലാഹ് എന്നെ നീ ദുനിയാവിൽ നാണം കെടുത്തല്ലേ അല്ലാഹ്. നമ്മൾ ദുആ ചെയ്യുകയാണ്, നമ്മൾ വല്ലാതെ ഭയന്നു പോവുകയാണ്. എങ്കിൽ ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരോടും ചോദിക്കട്ടെ, നീ കള്ള് കുടിച്ചെന്ന് വിചാരിക്ക്, നീ വ്യഭിചരിച്ചെന്ന് വിചാരിക്ക്, നീ കൊലപാതകം ചെയ്തെന്ന് വിചാരിക്ക്, എത്ര കാലം പറയുമടോ നിങ്ങളുടെ നാട്ടുകാര്? ഈ നാട്ടുകാര് നിന്നെ കുറിച്ച് എത്ര ദിവസം പറയും സഹോദരാ? പടച്ചവനെ, 1-2 ദിവസം കൂടി പോയാൽ പത്രത്തിലൊരു ഫോട്ടോ വരും, അല്ലെങ്കിൽ പടച്ചവനെ 4 സ്ഥലങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടും, ചാനലുകളിലൊക്കെ നിന്റെ വാർത്ത വരും. എല്ലാത്തിനും ഒരു പരിധിയുണ്ടടോ. എത്ര നാളാണ് നാട്ടുകാര് മുഴുവനും പെണ്ണെ നീ വ്യഭിചാരിയാണ്, നീ കൊലപാതകയാണ് എന്ന് എത്ര നാളാണ് നിന്റെ നാട്ടുകാര് പറയുന്നത്? അവര് കുറച്ചു ദിവസം പറഞ്ഞു കഴിയുമ്പോ അവര് മടുക്കുമടോ, അവരടുത്ത കഥയുടെ പുറത്തു പോവുകയാണ്. അത്രയ്ക്കൊക്കെ ഉള്ളു സഹോദരാ, അത്രയ്ക്കൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾ പറയാറുള്ളൂ. അതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടുമ്പോ, എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ടത് ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ല, ദുനിയാവിലെ നാണം കെടുന്നതിന് മാത്രമല്ല നമ്മൾ ഭയപ്പെടേണ്ടത്. പിന്നെ ഭയപ്പെടേണ്ടത് ഏത് കാര്യത്തിനും അറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ, 6600 പരം വരുന്ന ആയത്തുകൾ. ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് ദുആകൾ പറയുന്നുണ്ട്. എന്തിനാണ് ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്? നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയാ. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രവും ഓരോ പ്രവാചകന്മാരുടെ ദുആകളും പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുമ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു ദുആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് ചെയ്ത ഒരു ദുആ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്താണ് ഇബ്രാഹിം നബി ചെയ്ത ദുആ എന്നറിയുമോ? വലാ തുഖ്സിനി യൗമ യുബഅസൂൻ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ നാളെ പരലോകത്ത് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ആ മസറയിൽ നീ എന്നെ നിന്യനാക്കല്ലേ അല്ലാ, എന്നെ നാണം കെടുത്തല്ലേ അല്ലാ. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ നീ എന്നെ നാണം കെടുത്തല്ലേ തമ്പുരാന്, എന്നെ നീ നിന്യനാക്കല്ലേ തമ്പുരാന് എന്ന് ദുആ ചെയ്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ നമ്മളിൽ ആരാ അങ്ങനെ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ നീ നാളെ ആഖിറത്തിൽ നാണം കെടുത്തല്ലേ തമ്പുരാന് എന്ന് പടച്ചവനോട് ദുആ ചെയ്യുന്ന എത്ര പേരാ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയക്കേണ്ടത് അവിടെയാണ്. അവിടെ നാണം കെടുന്നതിന് നമ്മൾ വല്ലാതെ പേടിക്കണമടോ, നമ്മൾ വല്ലാതെ ഭയക്കണമടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ സദസ്സിൽ വഅദ് കേൾക്കാൻ ഓടി വന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ചെറുപ്പക്കാരോട്, ഉമ്മ പെങ്ങളോട്, നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഇന്ന് ഫർദിയും ഹിജാബും ധരിച്ച് നടക്കുകയാ, തൊപ്പിയും തലപ്പയും ഇമാമും പ്രഭാഷണമൊക്കെയാണ് സഹോദരാ. എന്നാ ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന നമ്മളുണ്ടല്ലോ, നമ്മളിൽ ചിലർ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തിൽ ഊതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പടച്ചവനെ നിബിധങ്ങൾ പറയുന്നുണ്ട്, പട്ടിയുടെ കോലത്തിൽ വരുന്നവരുണ്ട്, പന്നിയുടെ കോലത്തിൽ വരുന്നവരുണ്ട്, കഴുതയുടെ രൂപത്തിൽ വരുന്നവരുണ്ട്, പേപ്പട്ടിയെ പോലെ വരുന്നവരുണ്ട്, പൊഴുത്തു നാറിയവരെ പോലെ വരുന്നവരുണ്ട്. പടച്ചവനെ ഉഹദുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയില് ഞാനും നിങ്ങളും എല്ലാവരും ഒരുമിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹു നമ്മളെ ആ ചെമ്പിന്റെ തറയില് തലയുടെ മുകളിൽ ഒരു ജാട മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന അള്ളാന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമുണ്ട് സഹോദരാ. റബ്ബേ, അപ്പോഴാണ് ഈ വഅദ് കേൾക്കാമെന്ന ഒരു പെണ്ണ് വരുന്നത്. ഈ വഅദ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉപ്പയതാ നാളെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാ, ആ മനുഷ്യനെ കാണുമ്പോ ജനങ്ങൾ മുഖം തിരിക്കുകയാണ്, അവര് മൂക്കുപൊത്തുകയാണ്. പൊഴുത്തു നാറിയവനെ പോലെ, ദുർഗന്ധമടിക്കുന്ന കോലത്തില്, വൃത്തികെട്ടവനെ പോലെ, നാണം കെട്ടവനെ പോലെ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണ്. എല്ലാവരും അവനെ കാണുമ്പോ അറപ്പോടെ വെറുപ്പോടെ നോക്കുകയാണ്. എല്ലാവരും അവന്റെ ചാരത്ത് നിന്ന് മടങ്ങുകയാണ്. പെങ്ങളെ, അവൾ ആരാണെന്നറിയോ? എവിടെയാണ് നാണം കെടുന്നതെന്നറിയുവോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും, നൂഹ് നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബിയും, ദാവൂദ് നബിയും, യാക്കൂബ് നബിയും, യൂനുസ് നബിയും, യൂസുഫ് നബിയും, ഹാറൂൻ നബിയും, അയ്യൂബ് നബിയും, സക്കരിയ നബിയും പടച്ചവന് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ മക്കള്, സുഹദാക്കള്, സ്വഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിദീങ്ങള്, ആബിലീമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ കൂടപ്പറപ്പുകൾ, നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ നാട്ടുകാര്, കോടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ നാണം കെട്ടവനെ പോലെ അല്ലാഹു കൊണ്ടുവരുന്നതാരയാ? അല്ലാഹു നാണം കെടുത്തിയിട്ട് നിന്യനായി
കൊണ്ടുവരുന്നത് ആരെയെന്നറിയുവോ സഹോദരാ? നമ്മൾ വിചാരിക്കും പടച്ചവനെ കള്ള് കുടിക്കുന്നവനായിരിക്കാം, വ്യഭിചരിക്കുന്നവനായിരിക്കാം, പലിശ തിന്നുന്നവനായിരിക്കാം, സിറുക്ക് ചെയ്യുന്നവനായിരിക്കാം, അല്ലാഹനെ മറന്ന് നടക്കുന്നവനായിരിക്കാം, ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുന്നവളായിരിക്കാം. പെങ്ങളെ, അവര് മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു വിഭാഗം ആൾക്കാർ അല്ലാഹു നാണം കെടുത്തിയിട്ട് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നാണം കെട്ടവനെ പോലെ, പുഴുത്തു നാറിയവനെ പോലെ, ജനങ്ങൾ കണ്ടാൽ ഓടി ഒളിക്കുന്ന മൂക്കുപൊത്തുന്ന രീതിയിൽ നിന്യനായി നിസാരന്മാരായി ഈ സദസ്സിലിരിക്കുന്ന ചിലരെ നാളെ അല്ലാഹു പരലോകത്ത് കൊണ്ടുവരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നാട്ടുകാർ എത്ര ദിവസം പറയും? സിറാജ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ 2 ദിവസം പറയും, ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വലിച്ചെറിയും, വീഡിയോകൾ ഇറങ്ങും. എൻ്റെ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ നാണം കെടുത്തും. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പണി അങ്ങ് നിർത്തും, അടുത്ത പണി തുടങ്ങും. ഓരോരുത്തർക്ക് ഓരോ പണിയാടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, അതിനൊന്നും വലിയ കാര്യമില്ല. അതിനൊക്കെ ഒരു അവസാനമുണ്ടല്ലോ. ഈ പറയുന്നവനും ശരിക്കും അതൊക്കെ ഒരു അവസാനമുണ്ട്. പക്ഷെ നാളെ പരലോകത്തോ എടോ, ഇവിടെ പറഞ്ഞാൽ എത്ര പേര് പറയും? ആ പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കോടാനുകോടി വരുന്ന ജനങ്ങളുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്നതിനെ നീ ഭയക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാളെ നാണം കെട്ടവരെ പോലെ അള്ളാഹു കൊണ്ടുവരുന്നത് ബാപ്പ ഈ താടിയന്ത ഉള്ള ബാപ്പ വിചാരിക്കും അത് കള്ളും കുടിച്ച് നടക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ വ്യഭിചരിച്ച് നടക്കുന്നവനായിരിക്കും, പലിശ തിന്നുന്നവനായിരിക്കും. ഞാൻ എന്തായാലും കള്ളു കുടിക്കുന്നില്ല, കഞ്ചാവ് അടിക്കുന്നില്ല, ഞാൻ വ്യഭിചരിക്കുന്നില്ല, ഞാൻ പലിശ ഒന്നും തിന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ അല്ലായിരിക്കുമെന്നൊരു ധാരണ നമുക്കുണ്ട്. ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന പെങ്ങൾ വിചാരിക്കുന്നത്, പടച്ചവനെ എൻ്റെ കയ്യിൽ എപ്പോഴും തസ്ബീഹുണ്ട് ഉസ്താദെ, ഞാൻ ഉസ്താദ് വയല് പറയുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, ദിക്റ് പറയുന്നുണ്ട്, അതുകൊണ്ട് നാളെ നാണം കെട്ടവനെ പോലെ കൊണ്ടുവരുന്നത് എന്നെ ആയിരിക്കില്ല എന്നൊരു ധാരണ നമുക്കുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരാരാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? നബി തങ്ങൾ പറയുന്നു, സ്വഹാബാ, അഹങ്കാരികളാണ്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്നവരുണ്ടല്ലോ, അവര് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നാണം കെട്ടവനെ പോലെയാണ് കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എങ്ങനെയാണ് അവര് പരലോകത്ത് കടന്നു വരുന്നതെന്നറിയുമോ? യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാലുദ്ദുരി ഫീ സൂരിർ റിജാൽ. അഹങ്കാരത്തോടുകൂടി നടക്കുന്നവർ ജനങ്ങൾ മുഴുവനും എന്നെ ആദരിക്കണം, എന്നെ ബഹുമാനിക്കണം, എന്നെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം, ഞാൻ വലിയവനാണെന്ന് പറയണം, എല്ലാവരും എന്നെ വലിയവനാണെന്ന് പറയണം. അതിനാണല്ലോ സഹോദരാ നമുക്കങ്ങനെ ഒരു സ്വഭാവമുണ്ടോ? എല്ലാവരും എന്നെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം, ഞാനിവിടത്തെ ഏറ്റവും വലിയ കോടീശ്വരനാണ്, ഞാൻ ജമാഅത്തിന്റെ പ്രസിഡന്റാണ്. പടച്ചവനെ, നമ്മളെ കാണുമ്പോ ആദരിക്കണം, ബഹുമാനിക്കണം. ഇവിടത്തെ പാപങ്ങൾ പടച്ചവന് അഹങ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പെടുന്നു ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുകയാ, ബത്റുൽ ഹഖ് വ അംദുന്നാസ്. അവർക്ക് പുച്ഛമാടോ? അവർക്ക് മറ്റുള്ളവരോട് പുച്ഛമാണ്, അവഗണനയാണ്. അവനൊന്നുമില്ലാത്ത
ഇല്ലാത്തവനാണ്, അവൻ എൻ്റെ കൂടെ നിൽക്കാൻ അർഹതയില്ലാത്തവനാ. പടച്ചവനെ മറ്റുള്ളവര് പറയുന്നത് പരിഗണിക്കുന്നില്ല, അവരെ അവഗണിക്കുകയാണ്, അവനെ നിസ്സാരമായി കാണുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ ഞാൻ വലിയവനാണെന്ന് തെളിയിക്കാൻ പടച്ചവനെ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരുണ്ടല്ലോ, പരസ്യമായി ലക്ഷങ്ങൾ കൊടുക്കുന്നവരുണ്ടല്ലോ, സ്വന്തം ഫ്ലക്സ് അടിച്ചു വെക്കുന്നവരുണ്ടല്ലോ. എന്തിനാ ഞാൻ വലിയവനാണെന്ന് ജനങ്ങൾ പറയാറ്? എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, നാളെ കബറിനകത്ത് നിന്ന് നീ എഴുന്നേറ്റ് വരുന്ന രംഗം എങ്ങനെയെന്നറിയുവോ? നീ ചെറിയ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ? ചെറിയ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ കയറിയിരിക്കുന്ന ഒരു ചെറിയ ഉറുമ്പിനെ നീ കണ്ടിട്ടുണ്ടോ? സഹോദരാ, കറുത്ത ഒരു ഉറുമ്പിന്റെ രൂപത്തില് നീ അത്രയേ ഉള്ളടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, നീയൊക്കെ അത്രയേ ഉള്ളൂ. ഒരു ചെറിയ ഉറുമ്പിന്റെ രൂപത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തേക്ക് നിന്നെ കൊണ്ടുവരികയാ. കാരണം നീ ഇവിടെ വലിയവനാണെന്ന് പറഞ്ഞു നടന്നവനാണ്. അതുകൊണ്ട് അവിടെ വരുമ്പോ അല്ലാഹു നിന്നെ ഒന്നുമില്ലാതാക്കുകയാണ്. പടച്ചവനെ നാണം കെടുത്തുന്ന രീതിയിൽ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് അല്ലാഹു കൊണ്ടുവരുമെന്ന് നബിതങ്ങൾ പറയുമ്പോ, സഹോദരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് എന്തെന്നറിയോ? നബിതങ്ങൾ പറയുകയാണ്, ഒരു കടുകുമണിയുടെ അളവ് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടോ, അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല, അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ വഅദകൾ വന്നിരിക്കുന്നവരോട് ചോദിക്കുകയാ, നിനക്ക് അഹങ്കാരമുണ്ടോ? പെങ്ങളെ, നിനക്ക് അഹങ്കാരമുണ്ടോ? നമ്മൾ പറയുന്ന നമുക്ക് അഹങ്കാരമില്ലെന്ന്. എന്നാൽ അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താണ്? ഒരാൾക്ക് അഹങ്കാരമുണ്ടോ, അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങൾ പറഞ്ഞു തരികയാണ്, അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരടയാളം അതാ പറഞ്ഞു തരാ. നിനക്ക് അഹങ്കാരമുണ്ടോ? പെങ്ങളെ, നിനക്ക് അഹങ്കാരമുണ്ടോ? അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരടയാളം പറഞ്ഞു തരട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഖലീഫയാണ്. സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നുപോയി. ഉമർ തങ്ങൾ സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ കടന്നു ചെന്നു. പടച്ചവനെ ബിലാൽ തങ്ങൾ ഇഖാമത്ത് കൊടുത്തു. ഖലീഫയായ ഉമർ തങ്ങൾ ഇമാമത്ത് നിൽക്കുകയാണ്. പടച്ചവനെ എല്ലാവരും അവിടെ നിന്ന് സഫ് കെട്ടി നിൽക്കുകയാ. ഉമർ തങ്ങളാണ് ഇമാമ്, ഉമർ തങ്ങളാണ് ഇമാമ്. അവിടുന്ന് പടച്ചവനെ സുബഹി നമസ്കാരത്തിന് വേണ്ടി അവിടുന്ന് കൈകെട്ടി, അവിടുന്ന് ഫാത്തിഹ ഓതി സൂറത്ത് ത്വാഹയാണ് പാരായണം ചെയ്യുന്നത്. ഉമർ തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, അവനതാ വിസങ്കടർത്തിയ കടാരയുമായി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഖലീഫയായ ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. എല്ലാരും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാ ഇവനിങ്ങനെ കേറി വന്നു. യഥാ ഇമാമത്ത് നിൽക്കുന്ന ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് വിസങ്കലർത്തിയ കടാരയവിടന്ന് കുത്തിക്കേറ്റുകയാ. അല്ലാഹുവേ, ഉമർ തങ്ങളുടെ അടിവയറ്റിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. ഇവൻ ഇറങ്ങി ഓടുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന പടച്ചവനെ 7ഓളം വരുന്ന സ്വഹാബത്തിനെ കുത്തി പരിക്കേൽപ്പിക്കുകയാ. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയടോ. പടച്ചവനെ, ഉമർ തങ്ങളെ നിസ്കാരത്തിലാണ്. ഉമർ തങ്ങൾക്ക് അവിടെ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല. ശരീരത്തു നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്, രക്തമിങ്ങനെ ഒഴുകുകയാണ്. ഉമർ തങ്ങൾക്ക് മനസ്സിലായി നിസ്കരിക്കാൻ കഴിയില്ലെന്ന്. റബ്ബേ, ഉമർ തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, സുബ്ഹാനല്ലാഹ്. ഉമർ തങ്ങൾ അവിടെ നിന്ന്
സൂചന കൊടുക്കുകയാ. ആരെങ്കിലും ഒന്ന് കേറി ഇമാമത്ത് നിൽക്കുമോ? ആരെങ്കിലും ഒന്ന് കേറി ഇമാമത്ത് നിൽക്കുമോ? ഉമർ തങ്ങൾ അവിടുന്ന് സൂചന കൊടുത്തപ്പോ തന്റെ പുറകിൽ നിന്ന് സ്വഹാബി അവിടുന്ന് മുന്നിലേക്ക് കേറുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങൾ താഴെ കാലിന്റെ ചുവട്ടിൽ കിടന്ന് പിടയുകയാ. സഹോദരാ, ഒരാൾ പോലും കൈയടിച്ചില്ലടോ. ആ പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാൾ പോലും അവിടുന്ന് കൈയടിച്ചില്ല. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഭരണാധികാരിയായ ഉമർ തങ്ങൾ പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കിടന്ന് മരണപ്രാണത്തിൽ പിടയുമ്പോ ഒരാൾ പോലും കൈയടിച്ചില്ല, ഒരാൾ പോലും ഇറങ്ങി ഓടിയില്ല. കാരണം പടച്ചവനെ, നമസ്കാരമാണല്ലോ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. പടച്ചവനെ, സ്വഹാബത്ത് പെട്ടെന്ന് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് സ്വഹാബത്ത് ഓടി വന്നു. പടച്ചവനെ, ഉമർ തങ്ങളുടെ വയറ്റിലൂടെ രക്തമൊഴുകുകയാണ്. പടച്ചവനെ, ബോധമില്ലാതെ കിടക്കുകയാ. അവസാനം ഉമർ തങ്ങൾക്ക് മനസ്സിലായി, തന്റെ മരണമെടുത്തെന്ന് മനസ്സിലായി. അവിടെ ഉപദേശങ്ങൾ കൊടുത്തു. എല്ലാവരും കാണാൻ വരികയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഉമർ തങ്ങളെ കാണാ. ജനങ്ങൾ കടന്നു വരികയാ, ജനങ്ങൾ കടന്നു വരികയാ. ഉമർ തങ്ങൾ ഇങ്ങനെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ഉമർ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ. ഉമർ തങ്ങളോട് പറയുകയാ, ഖലീഫയായ ഉമർ തങ്ങളെ, നിങ്ങൾ സന്തോഷിക്കണം. ഉമർ തങ്ങള്, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ്, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആരായിരുന്നെന്നറിയുമോ? നിങ്ങൾ ആരായിരുന്നെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമറിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാമെന്നവനാണ്, നബി തങ്ങളുടെ തലയെടുക്കാമെന്നവനാണ്. അങ്ങനെ മോശമായ ജീവിതം നയിച്ചിരുന്ന നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് തന്നല്ലോ. നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച ശഹാദത്ത് കലിമ പറയാൻ കഴിഞ്ഞല്ലോ. നബി തങ്ങൾ ഇഷ്ടപ്പെട്ട സ്വഹാബിയായല്ലോ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയായല്ലോ. പടച്ചവനെ, നിങ്ങൾ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായല്ലോ. ആ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ്. ആ ചെറുപ്പക്കാരൻ ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ്. എന്നിട്ട് അവസാനം ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുവോ? യുദ്ധമഹറാമായ മദീനത്ത് കടന്ന് ഷഹീദാകാ ഭാഗ്യം കിട്ടിയില്ലേ ഉമർ തങ്ങളെ? യുദ്ധമഹറാമായ ഈ മദീനത്ത് കടന്നിട്ട് നിങ്ങൾക്ക് ഷഹീദാകാനുള്ള ഭാഗ്യം അല്ലാഹു നൽകിയില്ലേ? നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോഴല്ലേ കുത്തുകൊണ്ട് താഴെ വീണത്. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി, ഉമർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനേ, ആ മനുഷ്യൻ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഉമർ തങ്ങളുടെ സന്തോഷത്തോടെ ആ രംഗം ഇങ്ങനെ കാണുകയാണ്. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ മടങ്ങി പോകുമ്പോ ഉമർ തങ്ങൾ ഒരു കാഴ്ച കാണുകയാ. ഉമർ തങ്ങൾ ഒരു കാഴ്ച കാണുകയാ. ഉമർ തങ്ങൾ വിളിക്കുന്നു, യാ അഖീ, ഏ പൊന്നു സഹോദരാ, ഒന്ന് നിൽക്കണേ മോനെ, ഒന്ന് നിൽക്കണേ മോനെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ മടങ്ങി പോകുന്ന ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്, ഏ പൊന്നു മോനെ, ഒന്ന് നിൽക്കണേ മോനെ, ഒന്ന് നിൽക്കണേ മോനെ. മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ,
നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാണ്, അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് അഹങ്കാരത്തിന്റെ അടയാളമാ. വസ്ത്രം ഞെരിയാണിക്ക് താഴെ, മോനെ മുണ്ടും പാൻറ്റുമാകട്ടെ, അത് ഞെരിയാണിക്ക് താഴെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്